കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന അഴിമതിക്കെതിരായ ജനത്തിന്റെ വിധിയെഴുത്താണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതിനെയെല്ലാം ആക്ഷേപിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയ CPM എന്ന പാർട്ടിക്കും പിണറായി വിജയൻ എന്ന ധിക്കാരിയും ധാർഷ്ട്യക്കാരനുമായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ജനം നൽകിയ മറുപടിയാണ്. ഞങ്ങൾ വളരെ ഏറെ വിനയത്തോടെ നമ്രശിരസ്കരായി ഈ വിജയം ഏറ്റെടുക്കുന്നു. UDFന് നൽകിയ വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ഒരുപക്ഷെ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടിയവരെയൊക്കെ അല്ലെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ വളഞ്ഞിട്ടാക്രമിക്കുകയും ഒടുവിൽ കേരളത്തിൽ അഹങ്കാരത്തോടുകൂടി ഇനി മറ്റാരുണ്ട് എന്ന് ചോദിച്ചു നിന്ന പിണറായി വിജയന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ്. ഇത് രാഷ്ട്രീയ വിജയമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ വിജയമാണ്. UDFന്റെ വിജയം എന്നതിനപ്പുറത്തേക്ക് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ വിജയമാണ്. ഒരുപാട് കാലം കേരളത്തിലെ മാധ്യമങ്ങളടക്കം പൊതുമണ്ഡലത്തിലുള്ള ജനങ്ങളടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന എല്ലാവരെയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ശൈലിയെ പിൻപറ്റി അതിനോട് ചേർന്ന് ഇന്ന് CPM എന്ന പാർട്ടിയെ പോലും വഞ്ചിച്ച് ഇവിടെ നടത്തിയ രാഷ്ട്രീയത്തിന് ജനം നൽകിയ തിരിച്ചടിയാണ്. ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. UDF കെട്ടുറപ്പോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിൽ UDF പ്രവർത്തകരെ വേട്ടയാടിയതിന് ഞങ്ങൾക്ക് പകരം ചോദിക്കാൻ ദിനം തന്ന നിമിഷമാണിത്. 100-ലേറെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ഒന്നും മറന്നിട്ടില്ല. ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ASUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും യൂത്ത് ഫ്രണ്ടുകാരും ഒക്കെ സമരം ചെയ്തപ്പോൾ അവർക്ക് നേരെ പോലീസിനെ അഴിച്ചുവിട്ട് ചെടിച്ചട്ടി കൊണ്ട് അവരുടെ തലക്കടിച്ച് പൊട്ടിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ആക്ഷേപിച്ച പിണറായി വിജയന് ജനം നൽകിയ മറുപടിയാണ്. ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ജനം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരു ജനകീയ ഭരണം ഇവിടെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് UDFന്റെ ഏറ്റവും ജനകീയമായ ഒരു സർക്കാർ, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത, അഴിമതിക്കെതിരെ പോരാടുന്ന, അഴിമതിയോട് സന്ധി ചെയ്യാത്ത, അഴിമതിക്കാരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നു.